എല്ലാവർക്കും നല്ല നമസ്കാരം. മഴ അങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പ്, നല്ല കാലാവസ്ഥ, എന്തൊരു സുഖം. ഇങ്ങനെയുള്ള ഈ സമയത്താണ് പുതിയ പുതിയ ചിന്തകൾ, പുതിയ പുതിയ ആശയങ്ങൾ, ശ്രമകരമായ പുതിയ നീക്കങ്ങൾ, ഇതിനൊക്കെ നമ്മുടെ മനസ്സ് അചഞ്ചലമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സമയത്താണ്. അത്തരത്തിൽ അചഞ്ചലമായ രീതിയിൽ ഇടപെട്ട് വളരെ താത്വികപരമായിട്ട് ധീരതയോടുകൂടി ശ്രമകരമായി എങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് പണം സമ്പാദിക്കാം എന്നുള്ളതിൻ്റെ ഒരു വഴികളിലേക്ക് നീങ്ങിയ ഒരു അതുല്യനായ കള്ളനെ പറ്റിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പറയുന്നത്. സംഭവം നടക്കുന്നത് ചാലക്കുടി നഗരസഭ 9-ാം വാർഡിലാണ്. 3 വീടുകളിലാണ് ജോമോൻ കുടിയൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ നടന്നത്. ചെങ്ങിനിമറ്റം ബാബുച്ചേട്ടൻ്റെ വീട്, 2 ഇക്ബാലിക്കയുടെ വീട്, 3 റോസി ചേച്ചിയുടെ വീട്. 3 വീടുകളിലും ഈ ജോമോൻ കുടിയൻ എന്ന് പറയുന്ന അതുല്യനായ വ്യക്തിയുടെ ഇടപെടൽ നടന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇടപെടൽ നടന്നത് ചെങ്ങിനിമറ്റം ബാബുച്ചേട്ടൻ്റെ വീട്ടിലാണ്. ചൊവ്വാഴ്ച പുലർച്ചെ നീണ്ട തോട്ടി പോലുള്ള ഒരു സാധനം കൊണ്ട് വീടിൻ്റെ ജനാലയുടെ ഉള്ളിലൂടെ ഇട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളൊരു അന്വേഷണവും അതിനുശേഷം വളരെ തന്ത്രപരമായിട്ട് വീടിനുള്ളിലേക്ക് കയറി പറ്റുകയും അലമാര പോലുള്ള പണം നിക്ഷേപിക്കുന്ന ആഭരണങ്ങൾ വയ്ക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കി നമ്മുടെ പ്രിയപ്പെട്ട ജോമോൻ നീങ്ങുകയും അലമാര തുറക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ബീന ചേച്ചി ഉണരുന്നത്. ബാബുച്ചേട്ടൻ്റെ ഭാര്യ ബീന ചേച്ചി ഉണരുന്നത്. ബീന ചേച്ചി സാധാരണയായിട്ടൊരു വീട്ടമ്മയായിരുന്നില്ല. അല്പം മനക്കരുത്തുള്ള, അല്പം ഒന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാടാന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ഒരു വീട്ടമ്മയായിരുന്നു എന്നുള്ളത് ഈ അത്യന്തം ശ്രമകരമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജോമോൻ കുടിയന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. പക്ഷേ ജോമോൻ കുടിയൻ വളരെ താത്വികപരമായി ചാടി വന്ന് ഈ ബീന ചേച്ചിയുടെ വായ പൊത്തിപ്പിടിക്കുകയും അവർ ഒച്ച വെക്കുന്നത് ശബ്ദം പുറത്തു വരാതിരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുവെങ്കിലും സംഭവം പാളി. ജോമോൻ കുടിയന് പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ഈ ബീന ചേച്ചിയുടെ ഇടപെടൽ. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവിടുന്ന് വേഗം എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് ശ്രമങ്ങൾ നടത്തി. ഈ ശ്രമം നടത്തുന്നതിനിടയിൽ വീണ്ടും ഒരു വലിയ പിഴവ്. അതായത് ഈ വീട്ടമ്മയുടെ മൊബൈൽ ഫോൺ കൈക്കലാക്കി ഓടുന്നതിനിടയിൽ സ്വന്തം മൊബൈൽ ഫോൺ ജോമോൻ കുടിയൻ അവിടെ വെച്ച് മറന്നു. പിന്നീടാണ് ഇക്ബാലിക്കയുടെ വീട്ടിലും അതുപോലെ റോസി ചേച്ചിയുടെ വീട്ടിലും ശ്രമകരമായിട്ടുള്ള ഈ മോഷണത്തിൻ്റെ മറ്റു നീക്കങ്ങൾ നടത്തിയത്. അവിടെയും എല്ലാം പാളി. ചാലക്കുടി പോലീസിന് വിവരം അറിയിച്ചു. ചാലക്കുടി പോലീസ് വിരലടയാള വിദഗ്ധരെയും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡിനെയും കൊണ്ടുവന്നു. സംഭവങ്ങൾ ഊർജിതമായ അന്വേഷണങ്ങൾ. നമ്മുടെ മൊബൈൽ ഫോൺ വിനയായി. ഈ അതുല്യനായ കള്ളൻ ഇവിടെ ഉപേക്ഷിച്ച് പോയ സ്വന്തം മൊബൈൽ ഫോൺ വിനയായി. അത് വെച്ച് ട്രേസ് ചെയ്തു. ആളെ പിടികൂടി. താണിശ്ശേരി സ്വദേശി ജോമോൻ കുടിയൻ. അപ്പോൾ ഈ മഴക്കാലത്ത് വളരെയധികം ഭാവനാത്മകമായ ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരാം. പലതരത്തിലുള്ള ചിന്തകൾ കടന്നു വരാം. എങ്ങനെ പണം പെട്ടെന്ന് നമുക്ക് സ്വന്തമാക്കാന്നുള്ള പല രീതിയിലുള്ള ഐഡിയാസ് നമ്മിലേക്ക് കിട്ടും. കാരണം നല്ലൊരു കാലാവസ്ഥ, നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ നമുക്ക്. പക്ഷെ അതെല്ലാം ഒരു വെള്ളക്കടലാസിൽ ഭംഗിയായിട്ട് എഴുതി വെച്ച് മടക്കി അത് വായിച്ച് കഴിഞ്ഞിട്ട് കത്തിച്ച് കളയോ മറ്റോ ചെയ്യുക. അല്ലെങ്കിൽ ജോമോൻ കുടിയൻ്റെ അവസ്ഥ വരും. അങ്ങനെ ജോമോൻ കുടിയനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നു. എങ്ങനെയാണ് ആ തോട്ടി ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തിയതെന്നുള്ളതൊക്കെ ജനാലക്കോടെ ഇങ്ങനെ തോട്ടി ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ കാണിച്ച് അങ്ങനെ പോലീസ് വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം വിദഗ്ധമായിട്ട് തന്നെ തെളിവെടുപ്പ് നടത്തി. എന്തായിരുന്നാലും പ്രിയപ്പെട്ടവരെ, മഴക്കാലമാണ്. നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ വീടുകളിൽ പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടി വരുന്ന ബിരുദന്മാരുടെ കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ ഇപ്പോൾ ഈ ബീന ചേച്ചി ചെങ്ങിനിമറ്റം ബാബുച്ചേട്ടൻ്റെ ഭാര്യ ബീന ചേച്ചിയുടെ ഒരു ഇടപെടൽ, അവർ വളരെ ആത്മവിശ്വാസമുള്ളതുകൊണ്ടും ആത്മധൈര്യമുള്ളതുകൊണ്ടും ആ കള്ളനെ നേരിട്ടുകൊണ്ടാണ് അവൻ പരിപാടി അവൻ്റെ കയ്യിൽ നിന്ന് വരെ ഈ അബദ്ധം. സ്വന്തം മൊബൈൽ ഫോൺ അവിടെ ഉപേക്ഷിക്കാൻ തയ്യാറായത്. സ്വന്തം മൊബൈൽ ഫോൺ ഉപേക്ഷിച്ച് ഈ ചേച്ചിയുടെ മൊബൈൽ ഫോൺ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ട് അവൻ പിന്നീട് അത് അവിടുത്തെ കിണറിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ചു. എന്തൊരു നന്മയാർന്ന ഒരു കള്ളൻ. എന്തായിരുന്നാലും ജോമോൻ കുടിയൻ അത്ര നന്മയാർന്നൊരു കള്ളനല്ല. മുൻപും ഇത്തരം മോഷണ ശ്രമങ്ങൾ നടത്തി സംഭവങ്ങൾ ഒരു കൊടിയ പുള്ളി തന്നെയാണ് ഈ ജോമോൻ കുടിയൻ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാലക്കുടി നഗരസഭയുടെ 9-ാം വാർഡിലാണ് ഈ സംഭവം നടന്നത്. പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. രാത്രി സമയങ്ങളിൽ ഇങ്ങനെ തോട്ടിയിട്ട് തിരികാനായിട്ടൊക്കെ ചില ആളുകൾ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാർ ശ്രദ്ധിക്കുക. നിങ്ങൾ ഭയവിഹലരായി നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകുന്ന സ്ഥിതിയിലേക്ക് പോകരുത്. ഫൈറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അതിവിദഗ്ധമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന വിദഗ്ധന്മാർ വീണുപോകും. അവരറിയാതെ തന്നെ അവരുടെ തെളിവുകൾ അവിടെ ഉപേക്ഷിക്കപ്പെടും. എന്തായാലും ചാലക്കുടി പോലീസിന് അഭിനന്ദനം. പെട്ടെന്ന് തന്നെ ഈ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. ശ്രദ്ധിക്കുക. ഇനിയും ഇത്തരക്കാർ കടന്നു വരാം. നന്ദി, നമസ്കാരം.